നമസ്കാരം, ലൈഫ് ജേണലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ്. നമ്മുടെ കേരളത്തിൽ നിന്ന് UK പോയി അവിടെയുള്ള ആൾക്കാരെ വെച്ച് ഒരു ഷോർട്ട് ഫിലിം ഒക്കെ എടുത്ത്, അതും ഇംഗ്ലീഷ് ഷോർട്ട് ഫിലിം എടുത്ത് അവാർഡൊക്കെ വാങ്ങിയ ഒരു വ്യക്തിയാണ് ശ്രീജിത്ത് ശ്രീകുമാർ. ശ്രീജിത്ത് ഏട്ടാ, നമസ്കാരം. ഈ ഫിലിം ഫീൽഡിലൊക്കെ നിൽക്കുന്നവര് പൊതുവെ ഞാൻ കണ്ടിട്ടുള്ളത് പല ജോലികൾ ചെയ്ത് പല ഫീൽഡിലൊക്കെ വർക്ക് ചെയ്ത് കറങ്ങി തിരിഞ്ഞ് അവസാനം സിനിമ എന്ന ആഗ്രഹത്തിലേക്ക് എത്തിച്ചേരുന്നവരാണ്. ചേട്ടനും അങ്ങനെ തന്നെയാണോ? ഞാനും ഏകദേശം അതുപോലത്തെ ഒരു പറയാം. ഞാനും വെളിയിലൊരു കോഴ്സ് ചെയ്യാൻ പോയതാണ്. അവിടെയും സിനിമയാണ് പാഷൻ. അതുകൊണ്ട് സിനിമ തന്നെ ഫോളോ ചെയ്തു. ഒരു ഷോർട്ട് ഫിലിം ചെയ്തായിരുന്നു അവിടെ. അത് തന്നെ ഇവിടെയും കണ്ടിന്യൂ ചെയ്തു. ഇതിനൊക്കെ ഒരു സ്റ്റാർട്ടിങ് കിട്ടിയത് എവിടെ നിന്നാണ്? സ്റ്റാർട്ടിങ് ഇവിടെ ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിം ചെയ്തായിരുന്നു ആദ്യം, മലയാളത്തിൽ ശിവരാത്രി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വെളിയിൽ പോയപ്പോഴാണ് ശരിക്കുള്ള സ്റ്റാർട്ടിങ് എന്ന് പറയാം. ആഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് ഷോർട്ട് ഫിലിം ചെയ്തതിൽ പിന്നെയാണ് കുറച്ചുകൂടെ അറിയപ്പെടുന്നത് ആ സ്ഥലത്തും. പിന്നെ അതിന് പേരിലാണ് ഇവിടെ വന്നിട്ട് നമുക്ക് ആ ഒരു വർക്ക് കാണിക്കുമ്പോഴാണ് കൂടുതലും അടുത്ത വർക്ക് കിട്ടാനുള്ള ചാൻസ് എന്ന് തോന്നുന്നത്. ഇപ്പൊ ശിവരാത്രി ചെയ്തിട്ടാണെങ്കിലും കുറച്ചും കൂടെ റെക്കഗ്നേഷൻ കിട്ടിയത് അഡോപ്ഷന് ശേഷമാണ്. അഡോപ്ഷനാണ് കുറച്ചുകൂടെ. എനിക്ക് ഫസ്റ്റ് ഷോർട്ട് ഫിലിം ചെയ്തപ്പോൾ ആൾക്കാരുടെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? അക്സെപ്റ്റൻസ് അത്യാവശ്യം എല്ലാവരും കണ്ടു. ഫാന്റസി ഫിലിമാണ്, പക്ഷെ കൂടുതൽ പേർക്കും മനസ്സിലാകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം അതിൻ്റെ ഒരു കൺസെപ്റ്റും തീമും പറഞ്ഞു കൊടുക്കുമ്പോഴാണ് കൂടുതലും മനസ്സിലാകുന്നത്. പിന്നെ അതിന് കുറച്ച് അവാർഡ്സ് വിൻ ചെയ്തായിരുന്നു. ഒരു സ്റ്റോറി സ്ക്രീൻ പ്ലേക്ക് ഉണ്ടായിരുന്നു ആ സമയത്ത് തന്നെ. അതിനുശേഷം നല്ല അഭിപ്രായമായിരുന്നു. യൂട്യൂബിലും സ്ട്രീം ചെയ്തായിരുന്നു ആ സമയത്ത്. സാധാരണ നമ്മളൊക്കെ വിദേശത്ത് പോകുന്നത് പഠിക്കാനും ജോലിക്കൊക്കെയാണ്. ഇത് വിദേശത്ത് പോയിട്ടൊരു ഷോർട്ട് ഫിലിം അവിടുത്തെ ആൾക്കാരെ വെച്ച് തന്നെ ചെയ്യുക, അതും ആ ഒരു ലാംഗ്വേജിൽ തന്നെ, അതിനുള്ളൊരു ധൈര്യം അല്ലെങ്കിൽ ഒരു ഇതെങ്ങനെ കിട്ടി? അവിടെ ഞാൻ ചെന്ന് ആൾക്കാരെ കണക്ട് ചെയ്തതാണ് ആ സമയത്ത്. അവിടെ ഒരു ഫിലിം ക്ലബ്ബ് ജോയിൻ ചെയ്തായിരുന്നു. അത് ത്രൂ ആണ് 2 പ്രൊഡ്യൂസേഴ്സ് കിട്ടിയത്. പിന്നെ അവർ നമ്മുടെ കൂടെ നല്ലപോലെ നിന്നു. ഫിലിം ഫെസ്റ്റിവലിലെല്ലാം അയച്ചു. ഓൾ അറൗണ്ട് ദ വേൾഡ് 20 ഫിലിം ഫെസ്റ്റിവൽ അയച്ചതിൽ 4 എണ്ണമാണ് സെലക്ട് ചെയ്തത്. 3 എണ്ണം സ്ക്രീൻ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടുത്തെ. അങ്ങനെ അവിടുത്തെ അത്യാവശ്യം ന്യൂസ് പേപ്പേഴ്സിലുണ്ടായിരുന്നു. അവിടുത്തെ BBC-യിലും വന്നായിരുന്നു. ആ ഒരു ലെവലിൽ അറിയപ്പെട്ടായിരുന്നു. എന്ത് തോന്നി അന്നേരം? കാര്യം ഇവിടുന്ന് ഒരാൾ നമ്മുടെ നാട്ടിൽ നിന്ന് പോയി, അതൊരു അഭിമാനമാണ്. കാരണം കേരളത്തിൽ നിന്ന് പോയിട്ട് പുറത്തൊരു നാട്ടിൽ ചെന്ന് അവരുടെ ലാംഗ്വേജിൽ അത് ചെയ്യാൻ പറ്റുക പറഞ്ഞാൽ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? എക്സ്പീരിയൻസ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ പോയി ഇത്ര എക്സ്പോഷറിൽ അവരുടെ ആൾക്കാരുടെ കൂടെ മിങ്കിൾ ചെയ്ത് വരിക എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷാണ് കുറച്ച് പാടായിട്ട് തോന്നി. പക്ഷെ അത് പിന്നെയും അഡ്ജസ്റ്റഡായി കേപ്പബിളായിട്ട് ചെയ്യാൻ പറ്റി. എല്ലാം അഡാപ്റ്റബിലിറ്റി കുറച്ച് പഠിച്ചു അവിടെ പോയതിനു ശേഷം. അവിടെ ലൈഫ് എങ്ങനെയായിരുന്നു? അവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈലും കാര്യങ്ങളും? കാരണം നമ്മൾ മലയാളികൾക്ക് എവിടെ ചെന്നാലും എവിടെ കൊണ്ടിട്ടാലും മലയാളി ജീവിക്കും എന്ന് പറയുമല്ലോ. അതുപോലെ ചേട്ടൻ അവിടെ ചെന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ്, കാര്യങ്ങള്, ചലഞ്ചസ്, അതൊക്കെ എങ്ങനെയായിരുന്നു? ഫസ്റ്റ് ടൈം ചെന്നപ്പോൾ ഒരു പുതിയൊരു ലോകത്ത് വന്ന പോലായിരുന്നു. പിന്നെ പതുക്കെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തായിരുന്നു. ക്ലാസ്സസിലും കുറച്ച് പാടായിരുന്നു അവിടെ ആക്സെന്റ് പഠിക്കാനായിട്ട്. പിന്നെ അവിടെ ചെന്ന് കൂടുതലും സംസാരിച്ചു, കൂടുതലും ഇടപഴകുമ്പോഴാണ്, ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് പഠിക്കുന്നതെന്ന് പറയുന്ന പോലെ ഓരോ കാര്യങ്ങൾ ചെയ്ത് പഠിച്ചു അവരുടെ കൂടെ നിന്ന്. ഫസ്റ്റ് ടൈം മുതൽ ഈ ഷോർട്ട് ഫിലിം കാര്യങ്ങളൊക്കെ അതിലൂടെ തന്നെയായിരുന്നു വന്നത്? അല്ല, കോളേജ് ടൈമിൽ ഷോർട്ട് ഫിലിംസ് എല്ലാം റൈറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കോളേജ് ടൈമിലായിരുന്നു. സെക്കൻഡ് ഇയറിലായിരുന്നു ഈ പറഞ്ഞ സ്ക്രിപ്റ്റ് എല്ലാം എഴുതി കഴിഞ്ഞത്. ശിവരാത്രി ചെയ്തത് 2021-ലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് വെളിയിലോട്ട് UK പോയത്. അപ്പം കോളേജ് ടൈമിൽ അങ്ങനെ ഒരു കഴിവില്ലായിരുന്നു. കോളേജ് ടൈമിൽ അങ്ങനെ ഒരു കഴിവില്ലായിരുന്നു. കോളേജ് ടൈമൊക്കെ എങ്ങനെയായിരുന്നു ആ സമയത്ത്? ഡ്രാമ, സിനിമ അങ്ങനത്തെ? ഞങ്ങൾ ആ ഒരു ആർട്സിന്റെ പരിപാടിക്കൊന്നും പോയാലും ഞങ്ങളുടെ പരിപാടി എന്ന് പറഞ്ഞാൽ വേറെ ആയിരിക്കും. അപ്പൊ ഞങ്ങൾ ആ ഒരു ഗ്യാങ്ങിൽ തന്നെ നിന്നിട്ട് ആ ഒരു ഇതായിരുന്നു. ഞങ്ങൾ ആ ഒരു സമയത്ത് ഡാൻസ് പോലും ഞാൻ കളിച്ചിട്ടില്ല. സ്റ്റേജിൽ ആദ്യം ഇതുവരെ കളിച്ചിട്ടില്ല. കൂട്ടുകാരെ കളിക്കും. പിന്നെ എങ്ങനെ സിനിമ അങ്ങനെ ഒരു ആഗ്രഹം? സിനിമയുടെ ആഗ്രഹം വന്നത് 2021 വർഷം മുതലാണ്. ആ സമയത്ത് ഈ ഒരു ചെയ്തു. തിരിച്ച് UK പോയ സമയത്തും മനസ്സിൽ ജോലി താല്പര്യമില്ല, ഫിലിം തന്നെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് അത് ചെയ്തത്. അപ്പം ദൈവം ഓരോ നിമിത്തങ്ങൾ കൊണ്ട് തരുമെന്ന് പറഞ്ഞ പോലെ ആയിരിക്കും. അത് ചെയ്തുകൊണ്ടായിരിക്കും തിരിച്ചിവിടെ വരാനും ഇവിടെ തന്നെ സ്ക്രിപ്റ്റ് എഴുതി കഴിയാനും ആൾക്കാരെ കണക്ട് ചെയ്ത് ഇനി എന്താണോ ഭാവിയിൽ ആകുന്നതെന്നുള്ളത്. ഇപ്പം ഇങ്ങനെയൊക്കെ വന്നതുകൊണ്ട് ഉറപ്പായിട്ടും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടല്ലോ സ്വാഭാവികമായിട്ടും. അപ്പം വീട്ടിൽ നിന്ന് അങ്ങനത്തെ പ്രഷറോ കാര്യങ്ങളോ? നല്ല രീതിയിലുണ്ട്. പേരൻസ് ആണേലും നാട്ടിലാണേലും ഒന്നും ആകാത്ത നിൽക്കുന്നൊരു അവസ്ഥയിലല്ല. ഇപ്പം പറയാൻ പറ്റത്തില്ലല്ലോ. എല്ലാ രീതിയിലും സ്റ്റേജ് കഴിഞ്ഞാണ്. ഇപ്പം പലരും ചോദിച്ചവർക്കെല്ലാം അതറിയാം. ആ ഒരു വഴിയിലൂടെ വന്നവർക്കെല്ലാം അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. പക്ഷെ എനിക്കും കൂടുതൽ സ്ട്രഗിൾസ് ആകുന്നുണ്ട്. എന്നാലും നമ്മളത് കുഴപ്പമില്ല, കൊണ്ടുപോകുന്നു. സാരമില്ല എന്ന രീതിയിൽ എന്തെങ്കിലും ഒക്കെ ആവുമായിരിക്കുമല്ലോ. ഓക്കെ. ഇപ്പം ഇതുപോലെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പേരൻസിനോട്, ഇതുപോലെ ഡയറക്ടർ ആവണം അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റർ ആവണം എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുപാട് മക്കളൊക്കെ ഉള്ള പേരൻസൊക്കെ ഇത് കാണുന്നുണ്ടായിരിക്കും. അവരോട് എന്തായിരിക്കും പറയുക?
അവരോട് അവരുടെ പാഷൻ വിട്ട് കൊടുക്കാൻ പറയുന്നുണ്ട്. അതെന്ന് വെച്ചാൽ ഒരാളുടെ പിടിച്ചു നിർത്താതെ അവർക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് ഓരോരുത്തരും ഓരോ രീതിയിലല്ലേ ജീവിക്കുന്നത്. അപ്പം ഇന്ന ആളിൽ അതുപോലെ ആകണമെന്ന് പറഞ്ഞാൽ ശരിയാകത്തില്ല. അവർക്ക് ചിലപ്പം പറക്കാനായിരിക്കും, ഒരു പുഴയിലിട്ട് കഴിഞ്ഞാൽ നീന്താൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ കഴിവ് മനസ്സിലാക്കി, അണ്ടർസ്റ്റാൻഡിങ് ആണ് വേണ്ടത്. കൂടുതലും മനസ്സിലാക്കി കഴിഞ്ഞാൽ അതെന്താ വേണ്ടെന്നുള്ള കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ തീരും. ഇത്രയും സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്ന ഒരാളായതുകൊണ്ട് അത് ഓവർകം ചെയ്യാനായിട്ട് എന്താ ചെയ്യുക? ഓവർകം ചെയ്യാനായിട്ട് ഞാനൊന്നും ചെയ്യാറില്ല. ചായ കുടിക്കും. അതാണ്. എറണാകുളത്താണെങ്കിൽ തന്നെ ഞാൻ രാവിലെ മുതൽ വൈകിട്ട് വരെ കറങ്ങി നടക്കും ഈ ആൾക്കാരെല്ലാം കണക്ട് ചെയ്യാനായിട്ട്. എന്നിട്ട് വൈകിട്ടായിരിക്കും വരുന്നത്. വന്ന സമയത്ത് ചിലപ്പോൾ രാത്രി ചായ കുടിക്കും. എഴുതി കഴിഞ്ഞാൽ ക്ഷീണം മാറ്റാൻ ഒരു ചായ ആയിരിക്കും ചിലപ്പോൾ റിലീഫായിട്ട് തോന്നുന്നു. സ്ട്രെസ് ബൂസ്റ്റർ അല്ലെങ്കിൽ സ്ട്രെസ് റിലീവർ എന്ന് പറയുന്ന ഒരു സാധനമാണ് ചായ. ഭയങ്കര ഒതുങ്ങിയ ടൈപ്പാണ്, അങ്ങനെ അധികം ആരുമായിട്ടും കണക്ഷൻ ഒന്നും ഇല്ല. ഇൻട്രോവേർട്ടായ ടൈപ്പാണ്. ഡയറക്ടർമാരെല്ലാം ഇൻട്രോവേർട്ടുകളാണോ? അറിയത്തില്ല, അങ്ങനല്ല. എല്ലാവർക്കും അതായിരിക്കുമല്ലോ ഒരു ഇഷ്ടം. ഒറ്റയ്ക്ക് ഇരുന്ന് ഇരിക്കുമ്പോഴാണ് കൂടുതലും ചിന്തിക്കാനും കൂടുതൽ കാര്യങ്ങൾക്കുള്ള പവർ വരുന്ന അപ്പോഴായിരിക്കും. ഇപ്പൊ വീട്ടിൽ നിന്ന് കല്യാണം കഴിക്കാനുള്ള പ്രഷർ കാര്യങ്ങളൊക്കെ? പ്രഷറൊന്നും ഇല്ല. ഇല്ല, ഇപ്പൊ കല്യാണം കഴിച്ചില്ല കുഴപ്പമൊന്നുമില്ല. എനിക്ക് താല്പര്യം ഇപ്പൊ ഇല്ല, കുറച്ച് കഴിഞ്ഞിട്ട് മതി. അപ്പൊ വീട്ടിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ആകെ ജോലിയുടെ കാര്യം പറഞ്ഞു. ജോലി കഴിഞ്ഞാൽ കല്യാണം കഴിച്ചോന്നൊക്കെയാണ്. ജോലി എനിക്ക് താല്പര്യമില്ല. സിനിമ എന്ന് ഓണാവുകയാണെങ്കിൽ അതാണ് ഫോളോ ചെയ്യാൻ താല്പര്യം. വീട്ടുകാരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പാടാണ്. അതുകൊണ്ട് ഇപ്പം അപ്കമിങ് വരാൻ പോകുന്ന പ്രൊജക്ടിനെ കുറിച്ച്? വരാൻ പോകുന്നത് ഈ പറഞ്ഞ ഫീച്ചർ ഫിലിംസ് 3 പേരുടെ എഴുതി കൊടുത്തിട്ടുണ്ട്. അത് ഓണാക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അതിന്റെ കാസ്റ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഓണായി വന്നതിന് ശേഷം അവർക്ക് ആക്സെപ്റ്റബിൾ ആണെങ്കിൽ അത് ഓണാവും. കാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ആരെയാണ് ഉദ്ദേശിക്കുന്നത്? എന്തൊക്കെയാണ് സബ്ജക്റ്റ് 3 ടൈപ്പാണ്. ഒന്ന് കൊമേഴ്ഷ്യൽ ത്രില്ലറാണ്, രണ്ടാമത്തേതാണ് ഒരു സൈഫൈ ഫാന്റസി, മൂന്നാമത്തെ ക്രൈം ത്രില്ലർ. അപ്പം മൂന്നാമത്തേത് സൈഫൈക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞായിരുന്നു. രണ്ടാമത്തേതാണ് അജിത് വിനായക ഫിലിംസിനാണ്. അത് നാളെ ഉണ്ട് അതിൻ്റെ ഒരു മീറ്റിംഗ്. അപ്പം അതിൻ്റെ കാസ്റ്റിംഗ് ആണ് നോക്കുന്നത്. കാസ്റ്റിംഗ് ആരൊക്കെ ആയിരിക്കും? സന്ദീപാണ് ഒരു ക്യാരക്ടർ, മെയിൻ ക്യാരക്ടർ. സെക്കൻഡ് ക്യാരക്ടർ അജു വർഗീസ്. ഒരുപാട് അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ അവാർഡ്സ് കിട്ടുമ്പോൾ പോലും അർഹിക്കുന്ന ഒരു റെക്കഗ്നിഷൻ കിട്ടുന്നതായിട്ടോ അല്ലെങ്കിൽ കിട്ടുന്നില്ല എന്നോ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ ഏതെങ്കിലും ഒരു പോയിന്റില്? റെക്കഗ്നിഷൻ അല്ല, എനിക്ക് ചാൻസസ് ആണ് കൂടുതലും വേണ്ടതെന്ന് തോന്നിയിട്ടുള്ളത്. നമുക്ക് റെക്കഗ്നിഷൻ ഉണ്ട്, അത് കാണിച്ചാലും ചിലപ്പോൾ അവർ നമ്മളെ ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. പലരുടെയും പല വിചാരങ്ങളാണല്ലോ എല്ലാവർക്കും. നമുക്കിത് ഒരു അവസരം, ഒരു പ്ലാറ്റ്ഫോം, നമ്മുടെ ഒരു ഫസ്റ്റ് വർക്ക് വന്നാലേ അടുത്ത വർക്ക്സ് എല്ലാം വരത്തുള്ളൂ എന്നുള്ളതുകൊണ്ട് അതിനൊരു അവസരം മാത്രമാണ്. എനിക്ക് റെക്കഗ്നിഷൻ കിട്ടിയില്ലെങ്കിൽ എനിക്ക് കാര്യമില്ല. എനിക്ക് ചാൻസസ് മാത്രം ഉള്ള ഇതാണ് നല്ലത്. കൂടുതലും ഈ റിയൽ ലൈഫ് എക്സ്പീരിയൻസിനാണോ ഇമ്പോർട്ടൻസ് കൊടുക്കുക, അതോ റിയൽ ലൈഫ് സ്റ്റോറീസ് ആണ് ഇഷ്ടം? അതായത് സ്വന്തം അനുഭവങ്ങളൂടെ എവിടെയെങ്കിലും ഒക്കെ ആഡ് ഓൺ ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശത്തിന്റെ പുറത്താണോ, അതോ? റിയൽ ലൈഫ് ആകുമ്പം കൂടുതലും ഫാന്റസികൾ ഇല്ലാതെ ആൾക്കാർക്ക് കണക്ട് ആകുന്ന ഒരു ഫിലിം ആണല്ലോ റിയൽ ലൈഫ്. ഫിക്ഷൻ ഇതിനോടൊന്നും താല്പര്യം? എല്ലാം ഇഷ്ടമാണ്. എങ്ങനെ ഇഷ്ടക്കുറവ് എല്ലാം. ക്രൈം ത്രില്ലർ വാച്ച് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം ക്രൈം ത്രില്ലർ. എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന, ഞാൻ കണ്ടിരിക്കാൻ ഇഷ്ടമാണ് ക്രൈം ത്രില്ലർ. രാവിലെ മുതൽ വൈകിട്ട് വേണമെങ്കിലും ക്രൈം ത്രില്ലേഴ്സ് എത്ര ആണെങ്കിലും കണ്ടിരിക്കും, ഇംഗ്ലീഷ് ആണെങ്കിലും എല്ലാം. ഇനിയൊരു ഫിലിം ചെയ്യാൻ പോകുന്നു എന്ന് വിചാരിക്കുക. ഇപ്പം ഉള്ള പ്രൊജക്റ്റ് ഒക്കെ പെട്ടെന്ന് തന്നെ നടക്കട്ടെ. അതല്ലാതെ ഒരു ആക്ടറിനെ വെച്ചിട്ട് ഒരു സിനിമ ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ഒരു ആഗ്രഹമോ? ഇന്ന ആളെ കൊണ്ട് ഒരു ക്രൈം ത്രില്ലറോ അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്റ്റ് ചെയ്യിപ്പിക്കണം, അങ്ങനെ ആരെങ്കിലും മനസ്സിലുണ്ടോ? കൊമേഴ്ഷ്യൽ ത്രില്ലർ, കൊമേഴ്ഷ്യലാണോ ക്രൈമാണോ? ഏതായാലും എനിക്ക് ആക്ടേഴ്സ് അവരുടെ അവൈലബിലിറ്റി അനുസരിച്ചേ കിട്ടത്തുള്ളൂ, അതാണ്. അല്ല, എന്നാലും നമുക്കൊരു ആഗ്രഹം ഉണ്ടാവില്ലേ, എനിക്ക് ഒരു മോഹൻലാലിനെ വെച്ച് പടം എടുക്കണം അല്ലെങ്കിൽ മമ്മൂട്ടിയെ വെച്ച് പടം എടുക്കണം എന്നൊക്കെ ഒരു അപ്കമിങ് ഡയറക്ടറിന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ? ആഗ്രഹമുണ്ട്, പക്ഷെ അത് നടക്കണമല്ലോ. എന്നാലും നിലവിൽ മമ്മൂക്കയുടെ ഒരു ക്യാമിയോ ഉണ്ട്, അപ്പൊ അതിനകത്ത് മമ്മൂക്ക വരണമെന്ന് ആഗ്രഹമുണ്ട്. മറ്റേതൊരു ആർട്ടിസ്റ്റ്, ഇവിടെ ഫഹദ് അല്ലെങ്കിൽ DQ, പൃഥ്വിരാജ്, ഒരു യൂത്ത് ആയിട്ടുള്ള ഒരാളാണ്. ഇപ്പം കറന്റ്ലി ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നേരിടുന്ന ഏത് കാര്യത്തിലാണ്? ഒരാളുടെ അടുത്ത് പോയിട്ട് കഥ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനാണോ, അതോ ഇവരുടെ അവൈലബിലിറ്റി ആണോ, അതോ ബഡ്ജറ്റ് ആണോ? അവൈലബിലിറ്റി ആണ് വേണ്ടതെന്ന് തോന്നുന്നു. കാസ്റ്റിംഗ് അവർക്ക് ഡേറ്റ് എടുത്ത് വരുന്നതാണ് ഏറ്റവും വലിയതെന്ന് തോന്നുന്നു എനിക്കിപ്പം. കഥ പറഞ്ഞ് ഇഷ്ടപ്പെട്ടാലും ഡേറ്റ് ആണ് ആരും ചോദിക്കുക. അപ്പം ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് എടുത്ത് വരുന്നതാണ്
വലിയൊരു ഇതായിട്ട് തോന്നുന്നു. ഇനി അപ്കമിങ് ആയിട്ട് വരാൻ പോകുന്ന റിലീസ് ചെയ്യാനായിട്ടൊരു സബ്ജക്ട് കയ്യിലുണ്ടല്ലോ, അപ്പൊ അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ? അതിന്റെ പേര് ദ സൈലന്റ് മെന്റർ എന്നാണ്. അപ്പൊ അത് ഒരു 3 സ്റ്റുഡൻസിന്റെ, കോളേജ് സ്റ്റുഡൻസ് അനുഭവിക്കുന്ന കാര്യങ്ങളിൽ കടന്നു വരുന്നൊരു സിനിമയാണ്. അപ്പം അത് അവരുടെ ഫേസ് ചെയ്യുന്ന ക്രൈസിസിൽ അവർക്ക് ഹെൽപ്പറായിട്ടൊരു സൈലന്റ് മെന്റർ വരുന്നു. ആ ആള് അവരുടെ ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതാണ് കഥ. അപ്പം അതൊരു കോളേജ് ക്യാമ്പസ് ഫിലിമാണ്. അപ്പം അതിനകത്ത് ടീച്ചേഴ്സ് ഉണ്ട്, പ്രിൻസിപ്പൾസ് ഉണ്ട്, പേരൻസ്, സ്റ്റുഡൻസ്, എല്ലാവരും ഒരു സൈലന്റ് മെന്റർ ആണെന്നുള്ളതാണ്. ഇൻഡയറക്റ്റ് ആയിട്ട് ഒളിഞ്ഞിരിക്കുന്ന സൈലന്റ് ഒരു ഷാഡോ പോലത്തെ ഒരു ആൾക്കാരെല്ലാ ജീവിതങ്ങളിലും ഉണ്ടാവും. അത് കോളേജ് അല്ലെങ്കിൽ സ്കൂൾസ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നാണ് തുടങ്ങേണ്ടത് എന്നുള്ളതാണ് ഒരു സൈലന്റ് മെന്റർ എന്നുള്ളതിൻ്റെ ഒരു തീം. ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ കുട്ടികളെ നർച്ചർ ചെയ്തെടുക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണോ? ഇപ്പോഴത്തെ എല്ലാവരും അനുഭവിക്കുന്ന സ്ട്രഗിൾസ് കാര്യങ്ങളും എല്ലാം ഉണ്ട് അതിനകത്ത്. അപ്പം അതിനകത്തുനിന്ന് എങ്ങനെ റിക്കവർ ചെയ്ത് പുറത്തോട്ട് വരാം, ആ ഒരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുവരാം, ഒരു സൈലന്റ് മെന്റർ ഗൈഡ് ചെയ്യാനായിട്ട് വന്നാൽ എങ്ങനെ ആൾക്കാരുടെ ലൈഫ് ചേഞ്ച് ആകും, ഇതൊക്കെയാണ് അതിനകത്ത് മെൻഷൻ ചെയ്യുന്നത്. താങ്കൾക്ക് അങ്ങനെ ഗൈഡ് ചെയ്യാൻ ആരെങ്കിലും വന്നിട്ടുണ്ടോ? എൻ്റെ ലൈഫിലും വന്നിട്ടുണ്ട്, അറിയാവുന്നവരും വന്നിട്ടുണ്ട്, അറിയാത്തവരുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സബ്ജക്റ്റ് ചൂസ് ചെയ്യാൻ? അതും നേരത്തെ പറഞ്ഞ പോലെ ലൈഫ് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പാർക്കോ എന്തെങ്കിലും കിട്ടിയിട്ടാണോ? ഏത് തീം എഴുതാനോ? അല്ല, ജസ്റ്റ് ഒരു തീം നല്ലതായിട്ട് തോന്നി. അപ്പം അതൊന്ന് ഡെവലപ്പ് ചെയ്ത് നല്ല രീതിയിൽ വന്നു കഴിഞ്ഞാൽ നല്ലതാണെന്ന് തോന്നിയോണ്ട് എഴുതിയാണ് സൈലന്റ് മെന്റർ എന്നുള്ളത്. കാരണം ടീച്ചേഴ്സിനെയാണല്ലോ സൈലന്റ് മെന്റേഴ്സ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പം അതിന് ചേരുന്ന ഒരു കോളേജ് ക്യാമ്പസ് ഫിലിം ആകുമ്പോൾ അതിന് ചേർന്നൊരു സബ്ജക്റ്റാണ് വേണ്ടതെന്ന് തോന്നിയോണ്ട് അത് തന്നെ ചെയ്യാൻ. ആദ്യം ഇങ്ങനൊരു കഥയാണോ മനസ്സിൽ വന്നത്, അതോ ഒരു സോഷ്യൽ മെസ്സേജ് കൊടുക്കണം അങ്ങനെ തോന്നിയിട്ട് ആണോ? അങ്ങനെയല്ല, സൂയിസൈഡിന്റെ കാര്യം അവർ പറഞ്ഞായിരുന്നു, ഇത്രയും പേര് മരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം അത് അവരുടെ പേരും ആ സ്ലൈഡിനകത്ത് ഉൾപ്പെടുത്തിയായിരുന്നു. അതിന്റെ ബേസിൽ എഴുതാൻ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു തീം തന്നെ എഴുതുന്നത്. സൈലന്റ് മെന്ററിന്റെ രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഈ സൂയിസൈഡ് കുറയുമെന്നുള്ളൊരു പ്രതീക്ഷയോടെ തന്നെയാണ് എഴുതുന്നത്. ചേട്ടനിപ്പം എന്താ തോന്നുന്നത്, ഇങ്ങനെ സൂയിസൈഡ് ടെൻഡൻസി കൂടാനുള്ള കാരണമായിട്ട്? സൂയിസൈഡ് ടെൻഡൻസി എല്ലാം പല റീസൺസ് ഉണ്ട്. അത് സിനിമയ്ക്കകത്ത് പറയുന്നുണ്ട്. ക്ലാസ്സസിന്റെ കാര്യങ്ങളാണ്, ഫീസ്, പാക്കേജസ്, അങ്ങനെ യൂണിവേഴ്സിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ, പ്ലേസ്മെന്റ്സ്, ജോബ് ഇല്ലാതെ വന്നു കഴിഞ്ഞുള്ള അവസ്ഥ, സർക്കാരിന്റെ കുറേ കാര്യങ്ങൾ, അങ്ങനെ ഇതെല്ലാം കാരണങ്ങളാണ്. ഒരു ടീച്ചേഴ്സിന്റെ കുറേ വേണ്ടാത്ത രീതിയിലുള്ള വർത്തമാനങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കണക്കാക്കിയിട്ട് സ്റ്റുഡൻസിന് എങ്ങനെ തിരിച്ചു വരാന്നുള്ളതാണ്. പേരന്റിങ്ങിനെ കുറിച്ച് എന്താണ്? പേരന്റിങ്ങിനുണ്ട്, പേരൻസിന്റെ പ്രഷറും അതിനകത്തുണ്ട്. അപ്പം പേരൻസിന്റെ പ്രഷറും കൂടുന്ന അനുസരിച്ചാണ് ആ ഒരു സൂയിസൈഡ് നടക്കുന്നത് സിനിമയിൽ. അപ്പം അതിൽ നിന്ന് എങ്ങനെ പിന്നീടുള്ള കാര്യം നടക്കാതിരിക്കാനുള്ള വഴികളാണ്, റിക്കവർ ആകുന്നുള്ള ഒരു വേ ആണ് അങ്ങോട്ട് മുമ്പോട്ട് പോകുന്നത്. ആ ഒരു അത് കഴിഞ്ഞിട്ടുള്ള ഇൻസിഡന്റ് മുതലുള്ള സിനിമയെ കാണിക്കുന്നത്. ഈ കൂടുതലും കുട്ടികൾക്ക് ഈ സൂയിസൈഡ് ടെൻഡൻസി വരുന്നത് സ്കൂൾ ടൈമിൽ കിട്ടുന്ന അല്ലെങ്കിൽ ബുള്ളിങ്ങോ ആ പ്രഷറോ, അതോ വീട്ടിൽ നിന്ന് തന്നെയാണോ ഇതിനെല്ലാം ഒരു തുടക്കം എന്ന് പറയുന്നത്? വീട്ടിലെ പേരൻസിന്റെ പ്രഷറാണ് ഫസ്റ്റ്. പിന്നീടുള്ളത് സ്കൂളിലെ മനസ്സിലാക്കാത്ത രീതിയിലുള്ള ആൾക്കാരുടെ പെരുമാറ്റങ്ങൾ, അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ കുറവാണെല്ലാം. അതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. ഇപ്പൊ ഇങ്ങനത്തെ സബ്ജക്ട്സ് ഒക്കെ എടുക്കുമ്പോഴത്തേക്കും അതിനകത്തിൽ ഒരുപാട് സൈക്കോളജി റിലേറ്റഡ് കാര്യങ്ങൾ ഒരുപാട് കടന്നു വരുന്നുണ്ടാവും. അപ്പം അതിനുള്ള റെഫറൻസസ് ഒക്കെ എങ്ങനെയാണ്? അത് നേരിട്ട് പോയി കുട്ടികളായിട്ട് സംസാരിച്ചാണോ, അതോ ബുക്സിലൂടെയാണോ, എങ്ങനെയാണ്? നേരിട്ട് സംസാരിച്ചാൽ മതി അവർ. കാരണം ഒരാളുടെ പ്രശ്നം അറിയുന്നത് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണല്ലോ. നേരിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ത്രൂ എന്താണ് അതിന്റെ കറക്റ്റ് പ്രശ്നമെന്നറിയാം. പിന്നെ അതിനുള്ള റെസൊല്യൂഷനാണ് വേണ്ടത്. ഈസിലി അത് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു ആക്റ്റീവ് റീഡർ ആണോ? അല്ല, ഞാൻ പാസീവ് റീഡറാണ്. അങ്ങനെ വായിക്കാറില്ല, എന്നാലും കിട്ടുന്നതല്ല വൺ ടൈം ഒന്ന് ഓടിച്ചിടും. എന്ത് കൈൻഡ് ഓഫ് ബുക്സ് ആണ് വായിക്കുക? അതും ഈ പറഞ്ഞ പോലെ ത്രില്ലർ ആണോ? ഞാൻ കൂടുതലും സ്റ്റോറി നറേഷൻസ് കേൾക്കുന്നതാണ്. അപ്പം ഡെയിലി ഹാബിറ്റായിട്ട് അതൊരു കിടക്കുന്നതിന് മുമ്പായിട്ട് സ്റ്റോറി നറേഷൻ യൂട്യൂബിലുണ്ടല്ലോ. ആ ഒരു മലയാളം യൂട്യൂബ് കാരണം നറേഷൻ എന്ന് പറഞ്ഞ സാധനം പഠിക്കാനായിട്ടാണ് ഈ കേട്ട് തുടങ്ങി. ആൾക്കാരെ കാണുമ്പം പ്രൊഡക്ഷനിൽ പോയി സംസാരിക്കണമെങ്കിൽ നറേഷൻ എന്ന് പറഞ്ഞത് വേണമെന്നുള്ളതുകൊണ്ടാണ് മലയാളം സ്റ്റോറി നറേഷൻ പോലെ കേൾക്കുന്നത്. കാരണം അത് കൂടുതലൊന്ന് വായിക്കുന്നതിലും നല്ലത്, മൈൻഡിൽ ഗ്രാബ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലതാണ് കേൾക്കുക. കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പിക്ചർ മനസ്സിൽ വരും. അപ്പോൾ അതാണ് കൂടുതലും ഫോളോ ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും ഇനി അപ്കമിങ് ആയിട്ട് ഒരു ഫീച്ചർ ഫിലിം വരാനിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് എല്ലാവിധ ആശംസകളും. അടിപൊളിയാവട്ടെ. അതുപോലെ തന്നെ സൈലന്റ് മെന്ററും നന്നായി തന്നെ വരട്ടെ. ഒരു സൊസൈറ്റിക്ക് ഒരു നല്ല മെസ്സേജ് കൊടുക്കാൻ സാധിക്കട്ടെ. എന്തായാലും ബെസ്റ്റ് വിഷസ്. താങ്ക് യു സോ മച്ച്.